പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. സ്ക്രീനിൽ കാണുന്നത് വെറും ഗോതമ്പ് ദോശയല്ല കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. കാലത്ത് മഴയും പിടിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ചെറിയ മോൻ ഈ പലഹാരം ഉണ്ടാക്കുന്ന അഭിപ്രായമായി കടന്നു വന്നത്. അവൻ ഈ പലഹാരം വളരെ ഇഷ്ടമാണ്. മുമ്പ് ഞാൻ യൂട്യൂബിൽ കണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. എന്നാൽ അവനത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ എന്നോട് പറയും. അങ്ങനെ അരിച്ചെടുത്ത ഗോതമ്പ് മാവ്, നമ്മുടെ റേഷൻ കിട്ടുന്ന ഗോതമ്പ് മാവാണേ. ഗോതമ്പ് പൊടിക്കകത്ത് സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാരയും ഇതിൻ്റെ നമുക്ക് ആഡ് ചെയ്യാം. തുടർന്ന് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യും വെള്ളം ഒഴിച്ച് അധികം ലൂസായി പോകാതെ അത് നന്നായി കുഴച്ചെടുക്കണം. കട്ട പിടിക്കാതെ നല്ല രീതിയിൽ നമ്മൾ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. എളുപ്പത്തിന് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചും എടുക്കാം കേട്ടോ. അങ്ങനെ ഇത് കുഴച്ചെടുത്ത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു ടിപ്പ് ഇതിൻ്റെ അവസാനം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കുഴച്ചെടുത്തിട്ട് ഒരുപാട് വെള്ളമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ആയി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേശ്ശെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതൊരു ഇച്ചിരി ടൈറ്റ് കൺസിസ്റ്റൻസി തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നല്ല ഇപ്പോൾ ഒരു ആവശ്യത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിലെത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ ഈ മാവ് കുഴച്ച് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് മുട്ട ഒഴിക്കുമ്പോൾ ഇത് ഇച്ചിരി കൂടെ ലൂസാകും കേട്ടോ. അങ്ങനെ ഇത് മുട്ട ഒഴിച്ച് നല്ല രീതിയിൽ കലക്കിയെടുക്കുക. ഒരുപാടങ്ങ് കലങ്ങണ്ട, എന്നാലും നമ്മൾ മുട്ട മാവിൽ ലയിച്ച് ചേരുന്ന രീതിയിൽ നമുക്കിത് കലക്കിയെടുക്കാം. ഈ ഒരു ദോശയുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ യൂട്യൂബിൽ കണ്ടു പഠിച്ചതാണ്. അങ്ങനെ മോനത് ഇഷ്ടമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉണ്ടാക്കും. അവൻ ഇഷ്ടത്തിന് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഇത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ കലക്കി മുട്ടയൊന്ന് ഉടഞ്ഞു വരത്തക്ക വിധത്തിൽ നമുക്കിത് കലക്കിയെടുക്കാം. കോരി ഒഴിക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകാവുള്ളൂ. ഒരുപാട് ലൂസായും പോകരുത്, ഒരുപാട് കട്ടിയും കോരി ഒഴിക്കാനും പറ്റണം നമുക്ക്. അങ്ങനെ നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാകുമ്പോൾ അതിലേക്ക് ഒഴിച്ച് എണ്ണ തേച്ചിട്ട് വേണം മാവ് ഒഴിക്കാൻ. മാവ് ഒരു വട്ടം ഒഴിച്ചപ്പോൾ ഞാൻ തെളിയെന്ന് കഴിച്ചു. പക്ഷേ ഇച്ചിരി കട്ടി വേണം ഈ ദോശയ്ക്ക്. ഞാൻ രണ്ടാമതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് നല്ലോണം പരത്തി, ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത്, സ്വല്പം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. പരത്തി അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ പുറത്താണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തിരിച്ച് മറിച്ച് വിട്ട് നമ്മൾ ചുട്ടെടുക്കണം. നല്ലൊരു ടേസ്റ്റുള്ളൊരു അപ്പമാണിത്. നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ദോശക്കല്ലിൽ ദോശ ഇളകത്തില്ല എന്നുള്ളത്. ഈ ദോശക്കല്ല് ഒരു 10-15 വർഷമായ ദോശക്കല്ലാണ്. ഞാനിത് വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം ഈ ഇടയായിട്ടത് ദോശ ഇളകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ചപ്പാത്തി മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ദോശക്കല്ലിൽ നമ്മൾ ഉഴുന്ന് ഉപയോഗിച്ചുള്ള ദോശ ഉണ്ടാക്കാതിരിക്കുക. അതിനായി ഒരു പ്രത്യേക ദോശക്കല്ല് ഉപയോഗിക്കുക. അടുത്തൊരു ടിപ്പെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നല്ലെണ്ണ മെഴുകിയാൽ നല്ല രീതിയിൽ ഇളകി വരും. അപ്പച്ചട്ടിയായാലും ദോശക്കല്ലായാലും നല്ലെണ്ണ ഉപയോഗിച്ച് മാത്രം നമ്മൾ കഴിവതും മെഴുകിയെടുക്കുക. അന്നേരം ദോശ നല്ല രീതിയിൽ ഇളകി വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.